മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കാസർഗോഡ് കുമ്പളയിലെ ടോൾ പിരിവ് സമരത്തില് BJP മാത്രമില്ലയോ, ബാക്കി എല്ലാവരും ഉണ്ടോ എന്നൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിപ്പോ വലിയ പ്രചരണ. എന്തുകൊണ്ടാണ് BJP ഈ സമരത്തിൽ ഇല്ലാതിരുന്നത് എന്ന് പറയുന്നത് ഏതെങ്കിലും BJP നേതാക്കന്മാരല്ല, മറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ, അതായത് കാസർഗോഡിന്റെ MP പറയുന്നുണ്ട്, വിവരവും വിവേകവുമുള്ള ആളുകൾ ഈ സമരത്തിലേക്ക് ഇറങ്ങേണ്ടതില്ല, ഇത് ഇത്തരത്തിലല്ല സമരം ചെയ്യേണ്ടത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പേ ആയിട്ട് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇവിടെ BJP അങ്ങനെയാണോ ഇങ്ങനെയാണോ, മന്ത്രിമാർ എങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ പ്രചരിപ്പിക്കാറില്ലേ. അത്തരത്തിൽ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് എന്നുകൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ MP ആണ് ഈ ഒരു ടോൾ പിരിവൊക്കെയായി ബന്ധപ്പെട്ട വിഷയത്തില് ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട്, നിതിൻ ഗഡ്കരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അനുഭവവും അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു. ചെറിയൊരു ഭാഗം. 28-ാം തീയതി പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഞാൻ മന്ത്രിയെ പോയി കാണും. അതിശക്തമായി കാസർഗോട്ടെ ജനങ്ങളുടെ വികാരം ഞാൻ അദ്ദേഹത്തെ അറിയിക്കും. ഈ മന്ത്രി വളരെ MP-മാരോട് വളരെ സോബറായി പെരുമാറുന്ന ആളാണ്. MP-മാർ പറയുന്ന ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ ചെയ്തു കൊടുക്കുന്ന മന്ത്രിയാണ്. എല്ലാ MP-മാർക്കും ഈ മന്ത്രിയെ കുറിച്ച് ബഹുമാനമുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, കേരള ജനത, മലയാളികൾ ഒന്നടങ്കം തിരിച്ചറിയാ, ന്യായമായ കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ഏതൊരു മന്ത്രിയും ചെയ്തു തരുമെന്ന് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നത് ഏതെങ്കിലും BJP നേതാക്കന്മാരല്ല, മറിച്ച് അല്ലെങ്കിൽ NDAയുടെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും പാർട്ടിയിലെ നേതാക്കന്മാരല്ല, മറിച്ച് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ കേരളത്തിലെ MP ആയിട്ടുള്ള, കാസർകോട്ടെ MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താന പറയുന്നത്, ന്യായമായ കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ നിതിൻ ഗഡ്കരി, നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ഏതൊരു മന്ത്രിയും ചെയ്തു തരുമെന്ന് പ്രഖ്യാപിച്ചതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ടോൾ പിരിവ് സമരത്തില് BJP പങ്കെടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളില്ലേ, അവർക്ക് കൂടെ രാജ്മോഹൻ ഉണ്ണിത്താൻ മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു. ഞാൻ പോയി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ടു, അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പാർലമെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്, 60 കിലോമീറ്ററിനകത്തെ ഒരു ടോൾ ഗേറ്റ് വരൂ, അതാണ് നിയമം. ഇവിടെ ഇപ്പോ തലപ്പാടിയിൽ ടോൾ ഗേറ്റ് ഉണ്ട്. ആ ടോൾ ഗേറ്റ് ഇപ്പൊ 20 കിലോമീറ്ററിനകത്താണ് രണ്ടാമത്തെ ടോൾ ഗേറ്റ് ആരിക്കാടിയിൽ വരുന്നത്. അത് വളരെ അന്യായമാണ്, നിയമവിരുദ്ധമാണ്. അവിടെ ഈ ടോളിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അന്ന് അയാൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, അയാളുടെ പേര് അഷ്റഫ് കർല എന്നാണ്, അദ്ദേഹം കോടതി പോയി, കോടതി കേസ് കൊടുത്തു. അപ്പോൾ ഒരു സമരമുഖത്ത് നിൽക്കുന്ന എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് വേണ്ടേ കോടതി പോകാൻ? ആരോട് ആലോചിച്ചിട്ടാണ് കോടതി പോയത്? ആര് പറഞ്ഞിട്ടാണ് കോടതി പോയത്? അപ്പൊ കർല അദ്ദേഹത്തിന്റെ ഇതുകൊണ്ട് കോടതി കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ എതിർകക്ഷി ആരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHAI. അവര് കോടതിയിൽ ഇത് സമർപ്പിച്ചു, അഫിഡവിറ്റ് കൊടുത്തു, കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തു. അതിനകത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഈ ടോൾ ഗേറ്റ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പെർമിഷൻ, അത് റൂൾ 8(2)ൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 60 കിലോമീറ്ററിനകത്താണ് ഒരു ടോൾ ഗേറ്റ് എങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചാൽ, വിത്ത് ദി നോളജ് ആൻഡ് കൺസെന്റ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്, ഒരു ടോൾ ഗേറ്റ് സ്ഥാപിക്കാമെന്ന് അവര് റൂൾ 8 വെച്ചിട്ട് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റ് കോടതി അംഗീകരിച്ചു. അങ്ങനെ അഷ്റഫ് കർലയുടെ പെറ്റീഷൻ കോടതി തള്ളിക്കളഞ്ഞു. ഒരു നിയമവിരുദ്ധമായ നടപടി ഇക്കാര്യത്തിലില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി വാങ്ങിച്ചിട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ രണ്ടാമത്തെ ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നത്. അത് റൂൾ 8ൽ അതിന് അനുവാദമുണ്ട്, അങ്ങനെ സ്ഥാപിക്കാമെന്ന് വ്യവസ്ഥയുണ്ട്. അപ്പോ കർല കൊടുത്ത ഈ പെറ്റീഷൻ കോടതി തള്ളിക്കളഞ്ഞു. ടോൾ പിരിക്കാനുള്ള അനുവാദം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൊടുത്തു. കോടതി പോയി, കോടതിയുടെ ഉത്തരവ് വന്നു. കോടതി എന്താ പറഞ്ഞ്? ടോൾ പിരിക്കാൻ പറഞ്ഞു. അപ്പോ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്താണ്, ഈ നിയമം ലംഘിക്കണോ? നിയമവാഴ്ചയെ വെല്ലുവിളിക്കണോ? ഞാനെന്താ അവിടെ പോയി കോടതി ഉത്തരവിന് സമരം ചെയ്യണോ? ആലോചിച്ച് നോക്ക്, ആരോട് ചോദിച്ചിട്ട് കോടതി പോയി? നിങ്ങൾ കേട്ടില്ലേ, രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ വിളിച്ചു ചോദിക്കുക, ഞാൻ നിയമവ്യവസ്ഥക്കെതിരെ നിയമം ഞാൻ ലംഘിക്കണോ
ഇത് തന്നെയല്ലേ BJPയും കൃത്യമായിട്ട് പറയുന്നത്. നിയമപരമായിട്ട് മാത്രമാണ് അവിടെ ടോൾ പിരിവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ശരിയാണ്, 60 കിലോമീറ്റർ കൂടുമ്പോഴാണ് ടോൾ പിരിവ് വരേണ്ടത്. നിങ്ങൾ കേട്ടില്ലേ, ചില പ്രത്യേക സാഹചര്യത്തിൽ ഈ പറയുന്നത് പോലെ ഇവർക്ക് ആ ഒരു ടോൾ പിരിവ് കൊണ്ടുവരാൻ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അനുവാദം കൊടുക്കുന്നത്? ചില പ്രത്യേക സാഹചര്യത്തിലുള്ള അനുവാദം ഉണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ളത് നിയമത്തിലുണ്ട്. അതിന്റെ അനുവാദം അനുസരിച്ച് ചെയ്തു എന്ന് തന്നെയല്ലേ രാജ്മോഹൻ ഉണ്ണിത്താൻ വിളിച്ചു പറയുന്നത്. എങ്ങനെയാണ് ചില പ്രത്യേക സാഹചര്യം വരുന്നത്? ഈ 60 കിലോമീറ്ററിന്റെ ഇടയ്ക്ക് തന്നെ നിരവധി മേൽപ്പാലങ്ങള് ഈ പറയുന്ന മഞ്ചേശ്വരം മേഖലയിലൊക്കെ 5ഓളം മേൽപ്പാലങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അധികമായിട്ട് മേൽപ്പാലങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്, MP-മാരുടെയൊക്കെ വലിയ റിക്വസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള വികസനമാണ്. അപ്പൊ ഇതൊക്കെ നിർമ്മിക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയെ അവർ ഈ മുടക്കുന്നത് അവർക്ക് സ്വാഭാവികമായിട്ട് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ അവരെങ്ങനെ അടുത്ത കാര്യങ്ങൾ ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക? ഇതൊക്കെ ഒരു കോമൺ സെൻസ് അല്ലേ? എങ്ങനെയാണ് അവിടെ ഒരു ടോൾ പിരിവിലേക്ക് വരാൻ കാരണം വളരെ വളരെ വ്യക്തമായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നുണ്ട്, ഓരോ തരത്തിലും നിയമവിരുദ്ധമല്ല, നിയമപരമായിട്ട് ഇനി ഈ വിഷയത്തില് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ രീതിയാണ് ശരി. നേരിട്ട് നിതിൻ ഗഡ്കരിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുക, അല്ലാതെ ടോൾ ബൂത്ത് അടിച്ചു പൊട്ടിക്കേ, ടോൾ പിരിവ് നടത്തുന്ന സ്ഥലം അടിച്ചു പൊട്ടിക്കേ. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തില്, ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തില് 100 കണക്കിന് ആളുകള് രംഗത്തേക്ക് വന്ന് രാത്രി സമയത്ത് അടിച്ചു പൊളിക്കുക. അതിനൊക്കെ മറ്റു പല ശ്രമങ്ങളും അല്ലേ ആക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞു. അല്ലാതെ കുറെ ആളുകളൊക്കെ രംഗത്തെത്തിയിട്ട് ഇത് ആക്രമണം അയച്ചു വിട്ടിട്ട് ഏതെങ്കിലും സമരം ലോകത്ത് വിജയിച്ചിട്ടുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചോ. ഒരു ജനാധിപത്യ രാജ്യമല്ലേ, ഇവിടെ വന്നിട്ട് അടിച്ചങ്ങൾ പൊളിക്കേ. വളരെ വ്യക്തമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി അത് കൃത്യമായിട്ട് നിയമത്തിന്റെ ഉള്ളിൽ നിന്നാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് കൃത്യമായിട്ട് ഇവിടെയുള്ള BJP ലീഡേഴ്സ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പരമാവധി ജനങ്ങൾക്ക് ഉപകാരമുള്ള ഇത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ പറയുന്ന പ്രദേശത്ത് 5 മേൽപ്പാലങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ വികസനം കൊണ്ടുവരുന്നത്? ഒരിക്കലും നമ്മുടെ നാട് വളരരുതാണോ ഈ ആക്ഷൻ കമ്മിറ്റി പോലെയുള്ള ആളുകൾ? ഇവിടെ ഈ പറയുന്ന കോൺഗ്രസും LDF-ന്റെ ഒക്കെ നേതൃത്വത്തിൽ രാജ്യം അടക്കി ഭരിച്ചിരുന്ന സമയത്ത് ഈ പറയുന്ന ഈ ടോൾ പിരിവൊക്കെ നടക്കുന്ന റോട്ടിലൊക്കെ എത്ര വീതി ഉണ്ടായിരുന്നു, എത്ര മേൽപ്പാലങ്ങൾ ഉണ്ടായിരുന്നു, അതിലൊക്കെ എത്ര സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ലളിതമായിട്ട് ഓരോ ആളുകളും ചിന്തിക്കില്ലേ? നമ്മുടെ നാട്ടിൽ ഒരു വികസനം വരുമ്പോ അതെങ്ങനെ തകർക്കുക, അതിലെങ്ങനെ പ്രശ്നം ഉണ്ടാക്കുക, പറ്റെങ്കിൽ അതിലൊരു കലാപം എന്ന രീതിയിൽ വന്നിട്ട് അങ്ങ് അടിച്ച് തകർക്കുക. എന്തൊരു നെറുകേട! സമരം ചെയ്യും. ഇതൊരു ജനാധിപത്യ രാജ്യം, ആർക്ക് വേണമെങ്കിലും സമരം ചെയ്യും, ഒരു തർക്കമില്ല. പിന്നെ ഇതിൽ പരാതിയായിട്ട് ഉണ്ണിത്താൻ പറഞ്ഞത് വളരെ വ്യക്തമല്ലേ, പരാതിയായിട്ട് കോടതിയിലേക്ക് കോടതി തീരുമാനിക്കൂ, കോടതി കൃത്യമായിട്ട് തീരുമാനിച്ചോ പിരിവ് നടത്തിക്കോളാൻ. ഇതിലൊക്കെ ഒരു ആളുകളുടെ ആവശ്യം നേടുക എന്ന് പറയുന്നത് ഉണ്ണിത്താൻ പറഞ്ഞ ശൈലിയാ. നേരിട്ട് മന്ത്രിയെ കാണുക. തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് മുന്നോട്ട് വന്നത്. ഒരു മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ വീട്ടിലേക്കല്ല, ഇത് രാജ്യത്തെ ജനത സൗകര്യങ്ങളെ ലോകത്തെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിലവാരത്തിലേക്ക് നമ്മുടെ രാജ്യം, നമ്മുടെ നാട് വളർത്താൻ വേണ്ടി തന്നെയാ നാഷണൽ ഹൈവേ അതോറിറ്റി ഒക്കെ ഇത്രത്തോളം വലിയ വികസനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തിക്കുന്നത്. എന്നിട്ട് നമ്മുടെ കേരളത്തിൽ വലിയ പ്രശ്നമുണ്ടെങ്കിൽ സമാധാനത്തിൽ ഇത് കൃത്യമായിട്ട് BJP എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട്. ഇതിന് കൃത്യമായിട്ട് റിസൾട്ട് വരും. നിയമത്തിന് എതിരായിട്ട് അവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ ആക്ഷൻ കമ്മിറ്റി നിയമം 60 കിലോമീറ്റർ. ഇത് നിയമം പഠിക്കുമ്പോൾ മുറിവാല് പഠിച്ചാൽ പോരാ, പൂർണ്ണമായിട്ട് പഠിക്കണം. മനസ്സിലാക്കിയല്ലേ? ഈ ആക്ഷൻ കമ്മിറ്റി ആനയാണ് കുതിരയാണോ ഒരു തലയുമാലില്ലാത്ത കുറച്ച് ആളുകൾ ആക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞ് ഈ രംഗത്തെത്തിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇവിടെ രാജ്യത്ത് നടക്കുന്ന സകല വികസനങ്ങളും ഒരു മന്ത്രിയുടെ വീട്ടിലേക്കല്ല, സാധാരണക്കാർക്ക് വേണ്ടി തന്നെയാണ്. രാജ്യ പുരോഗതിക്കാണ്, നമ്മുടെ രാജ്യത്തെയാണ് അവർ വളർത്തുന്നത്. ഇതിലൊക്കെ സമരക്കാർക്ക്, ഈ ആക്ഷൻ കമ്മിറ്റിക്കൊക്കെ മറ്റു പല ലക്ഷ്യങ്ങളുണ്ട്. അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതും രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ഏതായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ അഭിനന്ദനങ്ങൾ നേരുകയാണ്. നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മന്ത്രിമാര് ന്യായമായ ഒരു ആവശ്യം പറഞ്ഞാൽ അത് അവർ അംഗീകരിക്കുന്നു എന്ന യാഥാർത്ഥ്യം രാജ്മോഹൻ ഉണ്ണിത്താൻ വിളിച്ചു പറഞ്ഞതിന് അഭിനന്ദനങ്ങൾ നേരുന്നു.